നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലഡാക്കിൽ വന്നു. ഒരു ദിവസം ഇവിടെയായിട്ട് സെറ്റ് ആവാനായിട്ട് നിന്നു. ഇന്ന് നമ്മൾ നുബ്ര വേലിയിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്നൊരു 125 കിലോമീറ്റർ എന്തോ ഉണ്ട്. പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ മാഹിൻ ചോദിച്ചു നമുക്ക് ഡ്രൈവർ വേണോ ഗൈഡ് വേണോ? ആക്ച്വലി ഡ്രൈവറിൻ്റെയും ഗൈഡിൻ്റെയും ആവശ്യമില്ല, സ്ഥലങ്ങൾ പറഞ്ഞു തരാം, അതനുസരിച്ച് പോകുന്നതാണ് നല്ലത്, അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. നമ്മൾ കരുതി വെറുതെ ഗൈഡിനും കഴിഞ്ഞ പ്രാവശ്യം ആസിഫ് നമ്മളോട് പഹൽഗാമിൽ ഇവിടെയൊക്കെ വന്നിട്ടും വേറെ കാറും കൊണ്ട് ഓരോ സ്ഥലത്ത് നിർത്തി തന്നു, ബാക്കിയെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തത്. അപ്പോൾ മാപ്പ് ഇട്ട് പോയാൽ എല്ലായിടത്തും എത്തും, വേണമെങ്കിൽ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞെങ്കിൽ വേണ്ട, ഓക്കെ ആണെങ്കിൽ നമ്മൾ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല എങ്കിൽ കുഴപ്പമില്ല പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ പോകുന്ന വഴിക്കൊരു എൻട്രി ഇതൊക്കെ വേണം കേട്ടോ, നമ്മുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടുള്ളത്, അതെല്ലാം ഓൺലൈനായിട്ട് മാഹിനെല്ലാം ചെയ്ത് അയച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോവാണ്. 9:30 മണിയായി. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ്, കഴിച്ചിട്ട് പോവും. എനിക്ക് ഭയങ്കര ക്ഷീണം, നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല ലഡാക്ക്. തണുപ്പും ഉണ്ട്, തണുപ്പ് ഉണ്ട്, തണുപ്പ് പിന്നെയും ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ക്ഷീണം, എന്താ എനിക്ക് പറ്റുന്നില്ല. ഇവിടെ ഫുൾ കംപ്ലീറ്റ് 8 ഡേയ്സ് ഇവിടെ കവർ ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്ക് അറിയത്തില്ല. നല്ല ക്ഷീണമുണ്ട്, രാവിലെ എഴുന്നേറ്റപ്പോൾ ചെറിയ തലവേദനയൊക്കെ ഉണ്ട്, ഹൈ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന് വേണമെങ്കിൽ പറയാം. ടാബ്ലറ്റൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും സ്റ്റിൽ ഒരു വയ്യായിക ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമുക്ക് നുബ്ര വാലി പോവാം. കമ്പീർ, ഇത് ജാമോ ബട്ടറോ വെച്ചാണ് കഴിക്കുന്നത്. നമ്മൾ ഗോതമ്പ് പുരട്ടി കണക്കിരിക്കുന്നു. ഫുഡ് കണ്ടപ്പോൾ എൻ്റെ ഒരു സന്തോഷമല്ലേ, അസുഖം പോയി എല്ലാം പോയി. നമ്മൾ ഗോതമ്പ് പുരട്ടി, ഇത് ക്ലൈമറ്റിൻ്റെ ഇതുകൊണ്ടേ മെൽറ്റാവണില്ല. കുറച്ച് മുളക് ചമ്മന്തിയുടെ ഉണ്ടായിരുന്നു. ഇന്ന് ഡേ 16 ആണ് നമ്മുടെ യാത്ര തുടങ്ങിയിട്ട്. ഓക്കെ ഗിരി ബൈ, സീ യു ലേറ്റർ. നുബ്ര വാലി പോകുന്നതിന് മുന്നേ പെട്രോൾ ഫുള്ളാക്കുകയാണ്. അങ്ങോട്ട് പോയാൽ പമ്പ് കുറവായിരിക്കും, അപ്പോൾ ഫുള്ളാക്കുകയാണ്. നമുക്ക് ഓൾറെഡി പെട്രോൾ ഉണ്ട്, പക്ഷേ ഫുള്ളാക്കിയിട്ട് പോകാമെന്ന് കരുതി. 500 കിലോമീറ്ററോളം നമ്മുടെ പെട്രോൾ പോവും, എങ്കിലും ഫുള്ളാക്കിയിട്ട് പോവാം. അങ്ങോട്ട് ചെന്നാൽ എന്തായാലും പമ്പില്ല. അപ്പോൾ അവിടെ രാത്രി 11 മണിക്ക് ശേഷം കറണ്ടൊന്നുമില്ല എന്നൊക്കെ മായൻ പറയുന്നത് കേട്ടു. നമുക്കവിടെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ തിരിച്ച് വരും. ഞാൻ എൻ്റെ കാര്യം, പിന്നെ വേദയുടെ കാര്യം, വേദയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനാണ് ഇതിലൊട്ടും വയ്യാതെ സെറ്റായിട്ടിരിക്കണത്. അപ്പോൾ വയ്യാങ്കിൽ തിരിച്ച് വരും. എന്നിപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകാമെന്നതിന് മുന്നേ പെട്രോൾ അടിച്ചിട്ട് പോവാം. 125 കിലോമീറ്റർ എന്തോ ഉണ്ട്. ഈ റോഡായിരിക്കില്ല, കുറച്ച് ദൂരം വരെ. നമുക്ക് ഏറ്റവും ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് വഴിയാണ് പോകുന്നത്. നടക്കാറുണ്ട്, മഴ പെയ്താൽ പണിയാണ് മക്കളെ. ഇവിടെ നിന്ന് കേട്ടോ പെർമിറ്റ് എടുക്കേണ്ടത്. അയച്ചെന്ന പെർമിറ്റ് കാണിച്ചു, ഓക്കെ പറഞ്ഞു. നമ്മൾ മുന്നോട്ട് പോകാം കേട്ടോ. ഈ റോഡും വളരെ മോശം റോഡാട്ടോ, ടാറൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ വീതിയുണ്ട്, നല്ല വീതിയുണ്ട്. പണി നടക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങ് മുകളിലാണ് കയറി പോകേണ്ടത് കേട്ടോ, ഏറ്റവും ടോപ്പിൽ കാറൊക്കെ പോകുന്നത് നമുക്ക് കാണാം. ഇവിടെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്, മേ ബി അതായിരിക്കാം എന്താണ് സെക്കൻഡ് ഹൈയസ്റ്റ് മോട്ടറബിൾ റോഡിൻ്റെ വ്യൂ പോയിന്റ്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് കേട്ടോ. മഴ പെയ്താൽ റോഡിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടതല്ലേ, എന്താവുമെന്ന് ഒരു ഐഡിയ ഇല്ല. അവിടെ എത്തുന്നവരെ മഴ പെയ്യരുതേ. നല്ല റോഡ് കേട്ടോ, ചെറിയ വെയിലും വരുന്നുണ്ട്, മഴക്കാറും ഉണ്ട്, മഴയും പൊടിയുന്നുണ്ട്. റോഡ് ഇങ്ങോട്ട് ടാറിങ്ങാണ്, അപ്പോൾ താഴോട്ട് പണി നടക്കുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ ഗ്ലാസ്സിൽ വെള്ളം വീഴുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്. ഓൾറെഡി മഴ പെയ്തിരിക്കണം, റോഡെല്ലാം നനഞ്ഞ് മണ്ണൊക്കെ നനഞ്ഞ് കിടക്കണം. അവിടെ ടോപ്പിൽ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്, അവിടെയാണ് നമ്മൾ പോവേണ്ടത്. അത് വഴിയാണ് പോവേണ്ടത്. അതാണ് ഏറ്റവും പൊക്കം കൂടിയ രണ്ടാമത്തെ മോട്ടറബിൾ വണ്ടികൾ പോകുന്ന റോഡ്. പിന്നെ മഞ്ഞ് ദേഹത്തൊക്കെ കണ്ട, ഏതായിട്ട് ബ്ലാക്ക് ഡ്രസ്സിൽ വീഴുന്നുണ്ട്. എനിക്ക് തണുക്കുന്നുണ്ട്, ഇവർക്കൊക്കെ തണുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. തണുപ്പുണ്ട്.
അതുകൊണ്ട് നിൽക്കുന്നില്ല അധിക സമയം. ജസ്റ്റ് ഇറങ്ങി സ്ഥലം കണ്ടു, വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു, പോകുന്നു. ഇനി ഇതിൻ്റെയും ടോപ്പിലാണ് പോകാനുള്ളത്. ഭയങ്കരമായിട്ട് തണുക്കുന്നു. ഞാൻ ഷിവർ ചെയ്യണു. കാറിൽ കയറി ഹീറ്റർ ഓൺ ചെയ്യണം. കുഞ്ഞു കുഞ്ഞു സ്നോ ഇങ്ങനെ വീണോണ്ടേയിരിക്കണേ. മുകളിലൊക്കെ നല്ല മഞ്ഞായി. അതിങ്ങ് താഴോട്ട് ഇപ്പോൾ ഇറങ്ങി വരും. അതിന് മുന്നേ നമ്മൾ താഴെ ഇറങ്ങണം. എന്തോന്ന് സ്നോഫോളാണ്, ഡ്രൈ കെയർഫുള്ളി എന്ന് കാറിൽ ഇൻഡിക്കേഷൻ കാണിച്ചു വന്നു. നമ്മൾ അവിടെ അത്രയും കയറിയാൽ രക്ഷപ്പെട്ടു. എന്നിട്ട് താഴോട്ടാണ് ഇറങ്ങുന്നത്. താണത്ത് ഞാൻ വിറച്ച്. അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കും. എന്താ ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്ലേസിൽ നിന്ന് മഴയത്ത്. പതുക്കെ കയറിയാൽ മഞ്ഞത് അത് കണ്ടോ വീണുകൊണ്ടിരിക്കുന്നു. നമ്മൾ എത്രയും പെട്ടെന്ന് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ നോക്കണം. ഫോട്ടോ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ലേ ഫുൾ കട്ട വെയില കേട്ടോ. ഇവിടെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു. തണുത്ത് വിറച്ചു കഴിഞ്ഞേ. വലിയ മഞ്ഞ് ബോൾസ് വന്ന് വീഴാട്ടോ. ചിന്നമ്മേ, താഴോട്ട് നമ്മൾ ഇറങ്ങണവരൊന്നും പറ്റില്ല. എന്താണ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്ലേസ്? അല്ല, ഇത് ഫോട്ടോ പോയിന്റ് ആണെന്നൊന്ന് നമുക്ക് എല്ലാം കൂടെ റോഡിലോട്ട് ഇടുങ്ങി പൊളിങ്ങി വീണ് കിടക്കുന്നത്. നല്ല മഞ്ഞ് വന്ന് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഞ്ഞാണിത്, മഴയല്ല. മഞ്ഞാണ് വന്ന് വീണിട്ട് വെള്ളമാവുന്നത്. നോക്കി എന്ത് പെട്ടെന്നാണ് തരിശ് ഭൂമിയായിട്ട് വെറും മരുഭൂമി പോലെ കിടന്ന മലയുടെ 4 ചുറ്റും മഞ്ഞുകൾ വന്ന് വീണ്. ഇന്നലെ നമ്മുടെ ഗിരിബായി പറയണ്ടായി മഴ പെയ്താൽ നിങ്ങൾക്ക് നല്ല ഫ്രഷ് സ്നോ കാണാൻ പറ്റും എന്നുള്ളത്. നോക്കിയേ, 2 സൈഡിലും ഫുൾ മഞ്ഞ് വീണതായിട്ടോ. നമ്മുടെ കാറിലും അങ്ങനെ ആയിരിക്കും. റോഡിലൊന്നും ആവാതെ നമ്മൾ അങ്ങ് എത്തിയാൽ മതിയായിരുന്നു സേഫായിട്ട്. ഇതൊക്കെയാണ് ഇങ്ങോട്ടേക്കൊക്കെ വന്നാലുള്ള കുറേ മുൻകരുതലുകൾ. ഓക്കെ, റോഡിൻ്റെ 4 ചുറ്റും ഫുൾ മഞ്ഞ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വെറുതെ കിടന്ന വെറും മലയായിട്ട് കിടന്നതാണ്. ഇപ്പോൾ ഫുൾ മഞ്ഞായി, ഫുൾ മഞ്ഞ്. എൻ്റെ ശബ്ദമൊക്കെ മാറിയെന്ന് തോന്നുന്നു. നോക്ക്, ഫുൾ മഞ്ഞായിട്ടോ. കുറച്ചുകൂടെ കഴിയുമ്പം ഫുൾ മഞ്ഞ് മലയായിരിക്കും. വിത്തിൻ സെക്കൻഡ്സ് ആണ് കേട്ടോ. ജസ്റ്റ് മഴ തുടങ്ങിയതേ ഉള്ളൂ ഫുൾ മഞ്ഞായത്. ഇവിടെ അങ്ങനെ ആയിരിക്കും, നമുക്കറിഞ്ഞൂടല്ലോ. നല്ല ഫോഴ്സിലൊക്കെ വന്ന് വീഴും. ഓ, വലിയ ബോൾസ് വന്ന് വീഴുന്നു. ഇനിയിപ്പോൾ റോഡ് കവറാവുമെന്തോ. മലകൾ ഫുൾ മഞ്ഞ് കൊണ്ട് മൂടി കേട്ടോ. ചെറിയൊരു മഴ വന്നപ്പോഴേക്കും നല്ല ഭംഗിയുണ്ട്. പക്ഷെ കാണാനായിട്ട് 2 സൈഡിലും ഇങ്ങനെ മഞ്ഞൊക്കെ ആയിട്ട് കിടക്കുന്ന കാണാനായിട്ട്. റോഡിലൊക്കെ സ്നോ കയറാൻ തുടങ്ങി കേട്ടോ. ഫുൾ സ്നോ ആയി. എത്ര ഒരു സെക്കൻഡ്സ് കൊണ്ടാണ് സ്നോ ആയത്. പിന്നെ ഫ്രണ്ട് കാറൊക്കെ പോകുന്നത് കൊണ്ട് ആ ലൈൻ മാത്രം സ്നോ ഇല്ല, ബാക്കി ഫുൾ സ്നോ ആയി കേട്ടോ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മുടെ ഡീറ്റെയിൽസ്, ഇത്ര പേര്, നമ്മുടെ കാർ നമ്പറൊക്കെ കൊടുക്കുക കേട്ടോ. ഭയങ്കര മഞ്ഞ്. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചിരിക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര പേടി. ഫുൾ മഞ്ഞായി. ഓരോരുത്തർ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നത്. പുറത്തിറങ്ങാൻ പാടില്ല, തണുപ്പ്. ഏതാ എങ്ങനെയുണ്ട്? അതൊക്കെ ഇറങ്ങി കളിക്കണം അല്ലേടാ? ഐസ് വന്ന് പടക്കോ വീഴണ് കാറിൻ്റെ മുകളിൽ കൂടെ ഒക്കെ. റൂഫിൻ്റെ ഒക്കെ മുകളിൽ ഐസ് വീണ് കണ്ടുകൊണ്ട് നോക്കിയാൽ കണ്ട. റൂഫിൻ്റെ ഒക്കെ മുകളിൽ ഐസൊക്കെ വീണ് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ടാണ് ഇങ്ങനെ ആയത്. ഞാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കുറച്ചുകൂടെ മുന്നോട്ട് പോയത് റോഡ് ഫുൾ സ്നോ. പിന്നെയുള്ള കാഴ്ച സത്യം പറഞ്ഞാൽ നിങ്ങൾ കാണേണ്ടത് തന്നെ കേട്ടോ. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണ് നമ്മൾ ഇത്രയും ആ റോഡ് ഫുൾ കയറി ഇറങ്ങിയത്. അത്രയ്ക്ക് ഡേഞ്ചറായിരുന്നു യാത്ര. ഇത് വേറൊരു എക്സ്പീരിയൻസ് കേട്ടോ. സത്യം പറഞ്ഞാൽ
കണ്ണ് തുറക്കാൻ പറ്റില്ല ഇവിടെ ഇങ്ങനെ. മീൻസ് ഐസിൻ്റെ വൈറ്റും ഉണ്ട്, കണ്ണിൽ ഗ്ലെയർ അടിച്ചിട്ട് കണ്ണ് തുറക്കാൻ പറ്റില്ല സൺഗ്ലാസ് ഇല്ലെങ്കിൽ. ഇവിടെ എല്ലാവരും വെച്ചിട്ടുണ്ട് സൺഗ്ലാസ്. വെയിലിനെക്കാട്ടി കടുപ്പമാണ് മഞ്ഞ്, വൈറ്റ് കളറിൽ അതിൻ്റെ ഗ്ലെയർ ഇങ്ങനെ അടിച്ചിട്ട് കണ്ണ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ലഡാക്ക് യാത്ര ഞാനതൊന്നും പറയുന്നില്ല, ഇവിടെ ഇറങ്ങിയിട്ട് പറയാം. ഫുൾ റോഡൊക്കെ മഞ്ഞായ കേട്ടോ. വീല് പോകുന്ന ആ 2 ഭാഗം മാത്രമേ മഞ്ഞുണ്ട്, പക്ഷെ അത് ചെളി പോലെ ആയി കിടക്കുകയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ കാറിന് ചെയിനൊന്നും ഇട്ടിട്ടില്ല. ചെയിൻ ഇടാതെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്, സ്കിഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ആ ലോറി പോകുന്നതിൻ്റെ അതേലാണ് നമ്മളും പോകുന്നത്. അപ്പോൾ വലിയ പേടിക്കാനായിട്ടില്ല. കണ്ടോ, ഫുൾ റോഡിലൊക്കെ മഞ്ഞ് കയറി, മഞ്ഞായി, ഭയങ്കരമായിട്ട് മഞ്ഞായി. ഇവിടെയൊക്കെ കാറുകളിലെല്ലാം ചെയിൻ ഇടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ടൂറിസ്റ്റ് കാറ്, മീൻസ് ടൂറിസ്റ്റ് കാറെല്ലാം ടാക്സി അവരൊക്കെ ചെയിൻ ഇടുകയാണ്. താഴെ എല്ലാ വണ്ടികളും ചെയിൻ ഇട്ട് കയറുകയാണ്. നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല. ആരും ഹോട്ടലിലെ അയാളും പുള്ളിയും മറ്റേ മാഹീനോ ആരും മഴ പെയ്യുമെന്നുള്ളത് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് നമ്മളും ചെയിനൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് കയറിയപ്പോഴാണ് മഴ പെയ്തതും ഭയങ്കരമായിട്ട് റോഡിലൊക്കെ മഞ്ഞായി. റോഡിലെല്ലാവരും നിന്ന് ചെയിൻ ഇടുന്നത് കൂടെ കണ്ടപ്പോൾ ഫുൾ കിളി, എൻ്റെ കിളി പോയേട്ടോ. അങ്ങനെ ഞാൻ ബഹളം വെച്ച്, നമുക്കെങ്ങും പോകണ്ട, അവിടെ നിർത്ത്, എന്തെങ്കിലും ചെയ്യാം. ഫോണിലാണെങ്കിൽ റേഞ്ച് എന്ന് പറഞ്ഞ സാധനമില്ല, ഒരു ഹെൽപ്പിന് വിളിക്കാൻ പോലും ആരുമില്ല കേട്ടോ. എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് അവരോട് ചോദിച്ചപ്പോൾ ചെയിനിൽ ലേന്നെ എടുത്തിട്ട് വരണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ ഒരു ഇന്നോവ ചെയിനൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് കയറി പോകണം. അങ്ങനെ ഏട്ടൻ പറഞ്ഞ് അവർ പോവില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞത് എങ്ങനെ പോകണം. ഇവിടെ വന്നപ്പോൾ ആ സ്നോ ഫോളൊക്കെ പോയി, വലിയ ഭീകരത കുറച്ച് കുറഞ്ഞ കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാനിനി ലഡാക്ക് യാത്രയ്ക്ക് ഞാനില്ല നമ്മുടെ നുബ്ര വേലി, അവിടെയാണ് നമുക്കിന്ന് റൂമുള്ളത്. അങ്ങോട്ടൊക്കെ രാത്രി 11 മണിക്ക് ശേഷം കറണ്ട് പോലും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ അവിടെ എത്തിയാലേ എൻ്റെ ജീവൻ വീഴത്തുള്ളൂ, അങ്ങനെ കിടക്കാണ്. പക്ഷെ ഇവിടെ താഴത്തെക്കാട്ട് ഭീകരത കുറഞ്ഞല്ലേ, മഞ്ഞൊക്കെ റോഡിൽ നിന്ന് കുറച്ച് മാറി. സത്യം കേട്ടോ, ഞാൻ പേടിച്ചെന്ന് പറഞ്ഞാൽ ഫോണിൽ റേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പേടിയില്ല. കാരണം നമുക്ക് മാഹീനെയോ അങ്ങനെയല്ല, മാഹീനെയോ ഹോട്ടലിലെ ഗിരിയോ ആരെങ്കിലും നമുക്കൊരു ഹെൽപ്പിന് വിളിക്കാമല്ലോ. താഴ്ന്ന് ചെയ്യണമെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞൂടെ, നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാമല്ലോ. ഇതൊന്നുമില്ല. അതായത് മഞ്ഞാണ് കേട്ടോ, വണ്ടികൾ പോയി ചെളി പോലെ ആയി കിടക്കുന്നത്. ഇത് വലിയ സ്കിഡ് ചെയ്യില്ല, ഈ വൈറ്റ് കളറിൽ കയറിയാൽ സ്കിഡ് ചെയ്യും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടികളൊന്നുമില്ല, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇവിടെ എന്താണെന്നറിയില്ല, ഫുൾ ബ്ലോക്ക്. ഇവരൊക്കെ എങ്ങനെ കയറി പോകണമെന്തോ, ആ സൈഡൊന്നും ഇല്ല കേട്ടോ, അങ്ങ് കയറി പോയി സ്കിഡായ താഴെ കിടക്കും. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി കേട്ടോ എൻ്റെ ജീവിതത്തിൽ. ഞാനിനി മഞ്ഞ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്, ഇതാ കണ്ട, വണ്ടിക്കകത്തൊക്കെ ഇങ്ങനെ മഞ്ഞാണിതെല്ലാം കണ്ടോ. ഭയങ്കര എക്സ്പീരിയൻസ് തന്നെ. പക്ഷേ ഞാൻ ജീവിതത്തിൽ ജീവൻ കളഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ചെയ്യുന്നുണ്ട്, നമ്മളെ കാരണം മാത്രം ചെയ്യുന്നില്ല. ബൈ ഗോഡ്സ് ഗ്രേസ്, എല്ലാവരുടെയും പ്രാർത്ഥനയോട് കൂടി. ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ കഴിഞ്ഞ് ഇറങ്ങിയാൽ വേറെ പേടിക്കാനില്ലെന്നാണ് പറയുന്നത്. ഇതാണ് കർത്തുങ്കൽ പാസ്, സോജില പാസിനെ കാട്ടി വളരെ അപകടകരമായ ഒരു പാസ്. താഴെ എങ്ങും വെയിലില്ല, മഴയൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ, നല്ല വെയിലില്ലേയിൽ. ഇവിടെ കുറച്ച് ഭയങ്കര ഭീകരതയാണ്. നമ്മൾ ചെയിനും കൂടെ ഇട്ടാതെ ഓടിക്കുന്നത് കൊണ്ട് ആരും പ്രതീക്ഷിച്ചില്ല മഴ ഉണ്ടാവും എന്നുള്ളത്. അതുകൊണ്ടാവാം മാഹീനും ഒന്നും പറഞ്ഞില്ല, സേഫാണ്, പേടിക്കാനൊന്നുമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ പക്ഷെ കഷ്ടപ്പെട്ടു പോയി കേട്ടോ. എന്നിട്ടും എങ്ങും എത്തിയില്ല, ദേ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. വണ്ടികളൊക്കെ മൂവായി തുടങ്ങി. സോജില്ല പാസ് ഒന്നുമല്ല, ദ മോസ്റ്റ് ഡേഞ്ചറസ് ഡ്രൈവ് നമ്മൾ ചെയ്തിട്ടുള്ളതിൽ. ഇതാണ് ദ സെക്കൻഡ് ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് ഇൻ ദ വേൾഡ്. പക്ഷെ അത് ഇത്രയും ഡേഞ്ചറാണെന്ന് ഞങ്ങൾ ഒരിക്കലും അറിഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ കാർ എടുത്തിട്ട് വരില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് ചെയ്യുന്നെങ്കിലും നമ്മൾ ഇട്ടിട്ട് വന്നാനെ. കാറ് സ്കിഡായി പോകുന്നുണ്ട്. നമ്മൾ ഒരിടത്തും ഇറങ്ങുന്നില്ല. നമ്മുടെ കാർ ഓട്ടോമാറ്റിക്കാണ്. ഈ ഒരു ഇതിൽ ഓട്ടോമാറ്റിക് കാറ് പറ്റത്തില്ല. ഇനി നമ്മൾ ഏറ്റവും മുകളിൽ കയറിയിട്ട് താഴേക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് കാറാണെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. ഫസ്റ്റ് ഗിയർ ഇട്ട് ബ്രേക്ക് ചവിട്ടാതെ ഇറങ്ങണമെന്നല്ലേ, എന്തോ അങ്ങനെ. മറ്റേ ബ്രേക്ക് യൂസ് ചെയ്യാൻ പാടില്ല, ഫസ്റ്റ് ഗിയർ എന്തോ ഇട്ട് പതുക്കെ ഇറങ്ങാൻ പാടുള്ളൂ. നമ്മുടെ കാർ ഓട്ടോമാറ്റിക്കാണ്, ഫസ്റ്റ് ഗിയർ ഒന്നും ഇല്ല.
ഫുള്ളി എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതിലാണ്. സെക്കൻഡ് ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് വഴിയാണ് ഇതേ പോകുന്നത്. ഏറ്റവും റിസ്ക്കി ആയിട്ടുള്ള യാത്ര. ആരും സ്വന്തമായിട്ട് കാറും എടുത്ത് മാത്രവുമല്ല ചെയ്യുന്നൊന്നും കൂടാതെ ഒരിക്കലും ഇതുവഴി വരരുത്. ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. ഇവിടെ നമുക്ക് 10 മിനിറ്റ് കൂടുതൽ നിൽക്കരുതെന്നാണ് മാഹീൻ പറഞ്ഞത്. 10 മിനിറ്റ് പോയിട്ട് 5 മിനിറ്റ് കൂടുതൽ പോലും ഇറങ്ങുന്നേ ഇല്ല. നമുക്ക് എങ്ങനെയും താഴെ ഇറങ്ങിയാൽ മതി എന്നുള്ളൊരവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഞങ്ങൾ പോവാണ്. ഇവിടെ ജസ്റ്റ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെ നമുക്ക് ഓക്സിജൻ ലെവൽ വളരെ കുറവാണ്. ഞങ്ങൾ ഒട്ടും ഇറങ്ങുന്നില്ല. കുറേ നേരമായിട്ട് ഇവിടെ ബ്ലോക്കിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ വയ്യ. ഞങ്ങൾ നേരെ പോവുക കേട്ടോ. പ്ലേസ് ഇവിടെയൊക്കെ നല്ല രീതിയിൽ സ്കിഡ് ആവുന്നുണ്ട്. നിർത്തണ്ട, പോവോ. ഇവിടെ രീതിയിൽ കാറ് സ്കിഡ് ആവുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇറങ്ങി വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല, ഇറങ്ങാൻ മനസ്സ് വരുന്നില്ല. അത്രയ്ക്ക് പേടിച്ചാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപയോടെയും നിങ്ങളെപ്പോലുള്ള കുറച്ച് പേരുടെ പ്രാർത്ഥനയിലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും വണ്ടിയുടെ ടയർ കിടന്ന് കറങ്ങി സ്കിഡ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെയെങ്കിലും നിർത്തിയാൽ അവിടെ നിന്ന് പിന്നെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. റിവേഴ്സ് കുറച്ച് പോയാലേ എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ നിർത്തിയാലല്ലാതെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അറൗണ്ട് ഒരു 2-3 അവേഴ്സ് നമ്മൾ ബ്ലോക്കിൽ കിടക്കുമായിരുന്നു. ഒരു 5 മിനിറ്റ് മൂവ് ആകുമ്പോഴും വീണ്ടും വീണ്ടും ബ്ലോക്കാവും. ബ്ലോക്കാകുമ്പോൾ അവിടെ മഞ്ഞ് വന്ന് സെറ്റായിട്ട് പിന്നെ വീല് മൂവ് ആവത്തില്ല, അവിടെ കിടന്ന് കറങ്ങും. പിന്നെ കുറച്ച് റിവേഴ്സ് എടുത്തിട്ടാണ് വീണ്ടും നമ്മൾ പോകുന്നത്. അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ച് ജസ്റ്റ് ഒരു 10-20 കിലോമീറ്റേഴ്സിലേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതൊരു 1.5 ഒരു ഹൈറ്റിലേക്ക് വരക്കമായിരുന്നു. ജീവിതത്തിൽ സത്യം മരണത്തെ മുഖാമുഖം കണ്ട് വന്ന ഒരു യാത്ര തന്നെയാണ് ഈ ഒരു യാത്ര. ആരും ഒരിക്കലും നമ്മുടെ സ്വന്തം കാറെടുത്ത് ചെയിനൊന്നും ഇല്ലാണ്ട് ഒരിക്കലും വരരുത്. ഇവിടെ ഒരു 10 മിനിറ്റ്സിൽ കൂടുതൽ സ്പെൻഡ് ചെയ്തതെന്നാണ് മാഹിൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു 2-3 അവേഴ്സെങ്കിലും നമ്മൾ ബ്ലോക്കിൽ കിടന്ന് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിവിടെ നമ്മൾ ബ്ലോക്കിൽ കിടക്കായിരുന്നു. ആ സമയമാണ് ഏട്ടൻ ഇറങ്ങിയിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്ത് തന്നത്. ഞാനും വേറെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. മാത്രമല്ല ഹൈ BP നിൽക്കുകയായിരുന്നു. ഇനി താഴേക്ക് ഒരു 3-4 കിലോമീറ്റർ ഇറക്കമാണ്. അതും ഈ ഐസിൽ കൂടെ എങ്ങനെ ഓടിക്കും എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു. പക്ഷേ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഓട്ടോമാറ്റിക്കൊക്കെ ആണെങ്കിലും ഓടിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ ഇവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സ് ഞങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചു. പക്ഷെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഞങ്ങൾ താഴെ ഇറങ്ങി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങ് ഇറങ്ങി. നല്ല ഐസുള്ളിടത്ത് സ്കിഡ് ആവുന്നുണ്ട്, അത് വേറെ കാര്യം. നമ്മളൊരു 10:30 എന്തോ കാറിൽ കയറിയതാണ്. 3:30 3 ഒക്കെ ആയി നമ്മൾ താഴെ ഇറങ്ങിയപ്പോൾ. എങ്ങനെയും ജീവനോടെ താഴെ ഇറങ്ങാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുളു, മണാലി, ലഡാക്ക് കാറും എടുത്തിട്ട് സ്വന്തമായിട്ട് നമ്മുടെ വണ്ടിയിൽ ഒരു യാത്ര. എനിക്ക് ശ്വാസം മുട്ടണം. എത്ര നേരം കൊണ്ട് കുന്നിൻ്റെ ഇവിടെ 20 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പാടില്ലെന്നാണ് മാഹിൻ പറഞ്ഞത്. മണിക്കൂർ 3-4 നമ്മൾ കുന്നിൻ്റെ മുകളിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. അത് നമ്മുടെ വണ്ടിയിലൂടെ ആയതുകൊണ്ട് ടെൻഷൻ കൂടുതൽ. BP ഇല്ലേടാ, എൻ്റെ കൊച്ച് വണ്ടി കയറി ഉറങ്ങുന്നവൾ ഉറങ്ങിയിട്ടില്ല എന്ന്. ഇനി മഞ്ഞ് കണ്ടില്ല എന്ന് പറയില്ലതേ. മഴ കണ്ണു പോലും തുറക്കാൻ പറ്റുന്നില്ല. ദൈവമേ, നമ്മൾ കര കണ്ട്. സത്യം ഞാൻ വിളിക്കാത്ത ദൈവങ്ങളും നേരാത്ത നേർച്ചകളും ഇല്ല. ഇവിടെ നിന്ന് ഇറങ്ങിക്കെട്ടാൻ ഐ അപ്രിഷ്യേറ്റ് യു മനോജ്. സത്യം ഞാൻ ഏട്ടന് സമ്മതിച്ച്. ഒരു വീലിൽ ചെയിനില്ലാതെ കാർ സ്കിഡ് ഇവിടെ വന്ന ഒരൊറ്റ കാറിനോ ഒരു ട്രക്കിനോ ഒരു ട്രാവലറിനോ ഒന്നിനുമില്ല. അതായത് എല്ലാവരും ചെയിൻ അഴിക്കുക കേട്ടോ. വീലിലിട്ട ചെയിൻ അഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കാരണം സ്കിഡായി പോകുന്നു. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഇവിടെയുള്ള ടാക്സി ഡ്രൈവേഴ്സ് വരെ, ലോറിക്ക് വരെ അതൊക്കെ ഉണ്ട്. അവരൊക്കെ ചെയിൻ അഴിക്കുകയാണ്. കാരണം റിസ്കി ആയിട്ടുള്ള കഴിഞ്ഞ് നമ്മൾ മാത്രമാണ് ചെയിൻ ഇടാതെ ഓട്ടോമാറ്റിക് വണ്ടി ഓടിച്ച് ഇത്രയും ഹൈറ്റിൽ വന്ന് താഴെ ഇറങ്ങി. ഐ അപ്രിഷ്യേറ്റ് യു. സത്യം ഇങ്ങോട്ട് തിരിയിട്ട് എല്ലാവരും കാണട്ടെ. എന്തോന്നേട്ടാ സത്യം. ഞാൻ വിളിക്കാത്ത ദൈവങ്ങളും നേരാത്ത നേർച്ചകളും എൻ്റെ അപ്പൂപ്പ മരിച്ചുപോയി അപ്പൂപ്പന്മാരെ അമ്മൂമ്മമാരെ വരെ ഞാൻ വിളിച്ചു പോയി. ഒരാപത്തും കൂടാതെ തിരിച്ച് താഴെ എത്തണേ ദൈവമേ. എനിക്ക് എങ്ങും കാണണ്ട ലഡാക്കിൽ. എനിക്ക് തിരിച്ച് വീടെത്തിയാൽ മതി. ഇനി ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു റൂട്ടൂടെ വരണമെന്നും. അവിടെ ഇറങ്ങി ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു മാനസിക ഒരു ഇതിൽ പോലും അല്ലായിരുന്നു. പക്ഷേ വണ്ടി ഇരുന്ന് കണ്ടല്ലോ എനിക്ക് ധാരാളം. വേറെ നന്നായിട്ട് പേടിച്ചില്ലേടാ. സത്യം കേട്ടോ, എനിക്കിതാ തലവേദന. എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക്
ജീവിതത്തിൽ ഞാൻ ഇനി കുളു മണാലി എങ്ങും എനിക്ക് കാറിൽ പോകണ്ട, ഞാൻ വല്ല പാക്കേജ് പിടിച്ച് പോയിക്കോളാം, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇറങ്ങി ഫോട്ടോ എടുക്കാം. ഒരൊറ്റ ഫോട്ടോയോ വീഡിയോ ഒന്നും പ്രോപ്പറായിട്ട് എടുത്തില്ല. ശ്വാസം പോലും ഇപ്പോഴാണ് എന്താ എല്ലാവരും കാറിൻ്റെ ചെയിൻ അഴിക്കുകയാണ്. ഇതുവരെ ഡേഞ്ചറാണ്, സ്കിഡായി പോകും. കാരണം ഐസിൽ വണ്ടി നിൽക്കുന്നില്ല, സ്കിഡായി പോകും. എല്ലാവരും ചെയിൻ ഇട്ടിട്ട് ഓരോ സ്ഥലത്ത് നിർത്തി അഴിക്കുകയാണ് കേട്ടോ. നമ്മൾ മാത്രം ചെയിൻ ഇല്ലാതെ, മാത്രമല്ല ഓട്ടോമാറ്റിക് കാറ് ഇതുവഴി വരാൻ പാടില്ല. ഫസ്റ്റിൽ കണ്ടിട്ടിട്ടാണല്ലേ പതുക്കെ ബ്രേക്ക് ചവിട്ടിയൊക്കെയാണ് ഇറങ്ങുന്നത്. കുഴപ്പമില്ല, അത് ഇവർ കുറേയൊക്കെ നമ്മളെ പേടിപ്പിക്കും കേട്ടോ. ഇവിടെ ഉള്ള ലോക്കൽസ് കുറേ മാഹിൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ ഈ പറയുന്ന അത്രയും നേരം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾ പേടിക്കാനില്ല, ഞാനല്ലേ പറയുമെന്ന് പറഞ്ഞെങ്കിലും എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. നമുക്കിത് കാണുമ്പോൾ വണ്ടി ഇങ്ങനെ അയ്യോ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ ബ്ലോക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഒറ്റ സ്ട്രെച്ചിന് കയറി പോകണം, കുഴപ്പമില്ലേ. എവിടെയെങ്കിലും നിർത്തിയിട്ട് എടുക്കുമ്പോൾ ജാമായിട്ട് പിന്നെ ഇങ്ങനെ കിടന്ന് വീല് കറങ്ങണം, അതാണൊരു പ്രശ്നം. അപ്പോൾ ഇവിടെയുള്ള ലോക്കൽസ് അറിയാം, അയ്യോ ഓട്ടോമാറ്റിക്കാ, താഴെ ഇറങ്ങുമ്പോൾ സ്കിഡാവും, ഹാൻഡ് ബ്രേക്കൊന്നും ഇടരുത്, ബ്രേക്കിൽ പതിയെ ചവിട്ടി ഇങ്ങനെയൊക്കെ കാണിച്ചു കേട്ടോ. അപ്പോൾ നമ്മളും കരുതി തേഞ്ഞ് തോന്നുന്നു. ഇനി വേണം ഒരു ഫോട്ടോ ഐസിൻ്റെ കൂടെ നിന്നെടുക്കാൻ. എൻ്റെ അമ്മു, പക്ഷെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ. ഇനി ജീവിതത്തിൽ ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ വരത്തില്ല. നോക്ക്, മഞ്ഞ് മലവേദ ഇന്നലെ അച്ഛനും മോളും എന്നെ കളിയാക്കി, എവിടെ മഞ്ഞിരിക്കുന്നു, ഇവിടെ പോയാലും മഞ്ഞെന്ന് പറഞ്ഞ്, എവിടെ മഞ്ഞ് കണ്ടല്ല, മഴ, മഞ്ഞ് ബോൾസ്. പക്ഷെ പുറത്ത് തണുപ്പില്ല. ആദ്യം ഇറങ്ങിയെടുത്ത് ഭയങ്കര തണുപ്പായിരുന്നേ. അപ്പോൾ പുറത്ത് നല്ല വെയിലുണ്ട്, ഭയങ്കര ചൂട്, തണുപ്പ് വളരെ കുറവ്. എങ്കിലും റോഡൊക്കെ ഫുൾ ഇങ്ങനെ മഞ്ഞ്. അവിടെ JCBയിൽ അവർ കോരി മാറ്റും, വീണ്ടും മഞ്ഞാവും. മഴ പെയ്തതുകൊണ്ടാണ് കൂടുതലും മഞ്ഞായത് കേട്ടോ. എന്തായാലും സമ്മതിച്ച് ഞാൻ എൻ്റെ ഏട്ടനെ, സത്യം ഗ്രേറ്റ് ഡ്രൈവർ. ഒരു പ്രൊഫഷണൽ ഡ്രൈവർ അല്ല എങ്കിലും ആ ഡ്രൈവിങ്ങിനോടുള്ള പാഷൻ കൊണ്ടല്ലേ നമ്മൾ ഇതുവരെ സമ്മതിച്ചു. ഇനി ഏട്ടൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് വിളിച്ചാൽ ഞാൻ വരൂല, എനിക്ക് നീ വേണ്ട അമ്മ. സത്യമായിട്ട് എൻ്റെ അമ്മയെങ്ങാനും കൊണ്ടുവന്നിരുന്നെങ്കിൽ ചപ്പാന കേട്ടോ, ഡെഡ് ബോഡി ആയിട്ട് തിരിച്ചു കൊണ്ടുപോകേണ്ടി വന്നാണ്. അത്രയ്ക്ക് റിസ്ക്കി ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. സോജില്ല പാസ് ഒന്നുമില്ല, എന്ത് സുഖം സോജില്ല പാസ് അല്ലേ. റിസ്ക് അല്ല ഇത് മഞ്ഞ് സ്കിഡായ കാറ് കൊണ്ട് കറങ്ങി താഴെ അങ്ങ് പോവും. അത് നമുക്ക് അറിയില്ലല്ലോ. മാഹിന്ന് വീൽ ചെയിൻ ഇടുന്ന കാര്യം പറയാറുണ്ട്. അവര് സ്ഥിരം പറഞ്ഞവരില്ല, അവർക്ക് അറിയുന്നു. നമ്മളെ ഫസ്റ്റ് ടൈം അല്ലേ, നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് പക്ഷേ മാഹിൻ പറഞ്ഞിട്ട്, നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ അവിടെ നിൽക്കും. അപ്പോൾ ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. പറഞ്ഞു നിങ്ങൾ 2 കിലോമീറ്ററൂടെ ഉള്ളൂ. ഏട്ടൻ പറഞ്ഞു പോവാം, ഞാൻ പറഞ്ഞു ഇല്ല പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ലൊക്കേഷൻ, റേഞ്ച് നെറ്റ്വർക്കും പല സ്ഥലങ്ങളിൽ കിട്ടുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എയർടെൽ എടുക്കാവും, എങ്കിലും പല സ്ഥലങ്ങളിലും കിട്ടുന്നില്ല. എവിടെയെങ്കിലും റേഞ്ച് വരുമ്പോൾ ഞാൻ മാഹിനെ വിളിക്കും. അപ്പോൾ മാഹിൻ പറയും ഇനി 2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു നിങ്ങൾ അവിടെ നിൽക്ക്, ഞാൻ ലേന്നൊരു ആളെ വിടുന്നുണ്ട്, ചെയിൻ വേണമെങ്കിൽ ചെയിൻ തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാർ അവിടെ ഇടും, കാർ വേറെ ആൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് വേറെ കാറിൽ പോവാം, തിരിച്ചു വരുന്നെങ്കിൽ തിരിച്ചു വരും, എന്ത് വേണോ ചെയ്തു തരാമെന്ന് പറഞ്ഞു കേട്ടോ. എന്ത് വേണോ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഏട്ടൻ്റെ ഒരു ധൈര്യത്തിലാണ്, വേണ്ട ഞാൻ പോയി നോക്കാം, തിരിച്ചു ഇറങ്ങി നോക്കാം. ഞാനാണ് ടെൻഷനാക്കിയത് സത്യം പറഞ്ഞ ഏട്ടനെ. സമ്മതിച്ചു. അവിടെ നിന്നാണ് നമ്മളിത് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് കേട്ടോ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് സത്യം. ഇപ്പോൾ പുറത്തിറങ്ങി ഫോട്ടോസ് എടുക്കാനും വീഡിയോ എടുക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ തണുപ്പില്ലെന്ന് പറഞ്ഞെങ്കിലും പുറത്ത് ഭയങ്കര തണുപ്പ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ലഡാക്കിൻ്റെ ഭംഗി, എൻ്റെ അമ്മോ ചത്താണ് ഇരുന്നത്. കുന്നിൻ്റെ മുകളിൽ നിന്നാണേ നമ്മൾ താഴെ ഇറങ്ങിയത്. മഞ്ഞൊക്കെ പോയേട്ടാ, അതാ മഞ്ഞൊക്കെ പോയി വീണ്ടും മൊട്ടക്കുന്നുകളായി. ഇപ്പോഴാണ് സമാധാനം വീണത്. നിനക്ക് മഞ്ഞ് കണ്ട് മതിയായാ? ഇല്ലേ എൻ്റെ പൊന്നെ, എനിക്ക് മതിയായി. എൻ്റെ വയ്യായികം പോയി, എല്ലാം പോയി. നല്ല മഴക്കമുള്ള കേട്ടോ. ഈ മഴക്കാറുള്ളതുകൊണ്ടാണ് ഇന്ന് ഇത്രയും സ്നോഫോളെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇത്രയും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മഴ പെയ്ത്, നമ്മൾ കയറിയപ്പോൾ മഴ പെയ്തില്ലേ, അതുകൊണ്ടായിരിക്കും. അതെപ്പോഴും ചെറുതായിട്ട് നല്ല മഞ്ഞൊക്കെ വീണുകൊണ്ടിരിക്കുന്നു. എൻ്റെ വയ്യായികയും പോയി, എല്ലാം പോയി, തലവേദനയൊക്കെ ഉണ്ട്.
വന്നതല്ലേ എല്ലാം കണ്ടിട്ട് പോവല്ലേ. ഞാൻ ഒരിടത്തും വെളിയിലിറങ്ങൂല നാളെ മുതൽ. മാഹിൻ്റെ കാറിൽ ഇവിടെയൊക്കെ നമുക്ക് പിന്നെ വേറെ പ്രശ്നമായി. ഇനി വേറൊരു ചൈന ബോർഡറിൽ നമ്മൾ പോകണം. എന്തെന്ന സ്ഥലത്തിൻ്റെ പേര്? ഉമിങ്ലേ അങ്ങനെ എന്തോ. അവിടെ ഇത് തന്നെയായിരിക്കും അവസ്ഥ. ഏറ്റവും ഹയസ്റ്റ് പ്ലേസ് ആണ്. അവിടെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും, നമ്മൾ ഏറ്റവും ഹയസ്റ്റ് പ്ലേസിൽ പോയെന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ നമ്മളെ കാറിൽ പോകണ്ട, മാഹിൻ്റെ കാറിൽ പോവാം. തുത്തുക് നുബ്ര വാലി എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ മാഹിൻ്റെ കൂടെ ചോദിക്കണം. അയ്യോ, ആസിഫ് വരെ ചോദിച്ചിരുന്നില്ല വരണോ ഹെൽപ്പ് ചെയ്യണോ നീ. അപ്പം നമ്മളവർക്ക് വേണ്ട, നമ്മളറിഞ്ഞില്ലല്ലോ ഇങ്ങനെയാണ് റോഡിൻ്റെ അവസ്ഥയെന്ന്. ആസിഫും ഇവിടെ ഉണ്ട് വേറെ കുറച്ച് ടൂറിസ്റ്റുകളായിട്ട് വന്നിട്ട്. അതാ നമുക്ക് ആ മാഹിൻ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ആസിഫ്. നമുക്ക് നമ്മുടെ നാട്ടുകാരനല്ലേ ആദ്യം. നല്ല മഴക്കോളും. നമ്മൾ ഭൂമിയിലെത്തിയെന്ന് തോന്നുന്നു. നമ്മൾ മുകളിലോട്ട് കയറുമ്പോൾ സൗത്ത് പോളു എന്നാണ് പറയുന്നത്. ഇത് നോർത്ത് പോളു നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതൊരു വില്ലേജാണ്. നമുക്ക് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്ന സമയത്ത് കേട്ടാ നമ്മൾ 10:30 കാറിൽ കയറിയാണ്. 3:30 മണിയായി. എൻ്റെ അമ്മോ, നമ്മൾ ഭൂമിയിലെത്തി കേട്ടോ, ആകാശത്തുനിന്ന്. ഇത് മിലിറ്ററി ഏരിയ ആണ് വിത്ത് ഒരു എന്താണ് ഫുഡൊക്കെ കിട്ടുന്ന ഒരു ഫുഡ് സ്ട്രീറ്റ് പോലൊരു കുഞ്ഞ് കഫേ ഏരിയ. ഇവിടെ ഇനിയിപ്പോൾ ഉള്ളത് കഴിഞ്ഞാൽ പിന്നെ എവിടെ ആഹാരം കിട്ടുമെന്ന് ഒരു ഐഡിയ ഇല്ല. ഫസ്റ്റ് വാഷ്റൂമിൽ പോകണം. ജീവിതത്തിൽ അതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എൻ്റെ അമ്മോ, കണ്ണിനകത്തൊക്കെ മഞ്ഞ വന്ന് വീഴുന്നു. ഇതകത്ത് കയറിയും തിന്നാൻ പറ്റൂത്, വെളിയിലിരുന്നാൽ തിന്നാൻ പറ്റുള്ള. മാഗി മതി എനിക്ക്. ഓ, മോമോസ് ആണോ? വെജ് ചോമീൻ പറയട്ടാ. അത് മാഗി പറയണ. വെജ് മാഗി, ഒരു പ്ലെയിൻ മാഗി, 2 എഗ് പ്ലെയിൻ മാഗി, 2 വെജ് മാഗി, ആഡിന് ജിഞ്ചർ ലൈം ഹണി തന്നെ വേണം. നിനക്കൊന്നും വേണ്ടല്ല? എഗ് ടീ, ജിഞ്ചർ ലവൻ ഹണി. ചുമ പിടിച്ചെന്ന് തോന്നുന്നു. മിക്കവാറും ലഡാക്ക് കഴിയുമ്പോൾ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. നമ്മളെ ഫ്ലാസ്ക് കൊടുത്തിട്ട് മിനറൽ വാട്ടർ ചൂടാക്കി തരാൻ പറയും. വയ്യെങ്കിൽ നമ്മൾ ഇവിടെ വിടും കേട്ടോ. ഓ താങ്ക് യു. ചായ എടുത്ത് കൂടി. മഞ്ഞിങ്ങനെ മഴയായിട്ട് വരുന്നു. ചൂടൊന്നുമില്ല. അവർ ചൂടോടെ കൊണ്ടുവച്ച് തണുത്തു. ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ അമ്മ പറയും, നിനക്കൊന്നും വേറെ പണിയില്ലാത്തതുകൊണ്ട് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ആ കൊച്ചിനെയും കൊണ്ടുപോയി അതിനെ കൊല്ലാൻ കൊണ്ടുപോയി എന്നെ പറയും. ഇത് കുടിച്ചപ്പോൾ സത്യം നല്ല ആശ്വാസം. ലഡാക്ക് നല്ലൊരു സ്ഥലമാണ്, പക്ഷേ അഡ്വഞ്ചറസ് ബൈക്ക് റൈഡേഴ്സിനൊക്കെ നല്ലതാണ്. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ ഇവിടെ വരാൻ ശ്രമിക്കണ്ട. പക്ഷേ നല്ല കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്നെ തിരിച്ച് നാട്ടിൽ പോയാലും കുഴപ്പമില്ല. എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ട്, തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചൂട് തണുക്കുന്നതിന് മുന്നേ കഴിക്കട്ടെ. വയ്യാതെ തോന്നുകയാണെങ്കിൽ നമ്മൾ അധികം ഇവിടെ സ്റ്റേ ചെയ്യില്ല, പോവും. കഴിക്കട്ടെ ചൂട് മാറുന്നതിന് മുന്നേ. ചൂട് മാറിയപ്പോൾ കല്ല് പോലെ ഇരിക്കണമെന്ന് വേദ പറയണം. അത് കഴിച്ചപ്പോഴേ തണുപ്പിന് ആശ്വാസം. നമ്മളെ ഫ്ലാസ്ക് ഏറ്റവും നല്ല തീരുമാനം. 12 hours ചൂട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഫ്ലാസ്ക്. ബൈക്ക് റൈഡേഴ്സിൻ്റെ ബൈക്കാണ് കേട്ടോ. ബൈക്കിലൊക്കെ വന്ന് താഴെ എപ്പോൾ കിടന്നെന്ന് ചോദിച്ചാൽ മതി. ഇവിടെ ചെക്കിംഗ് ഉണ്ട്. ചെക്കിംഗ് അല്ല, നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഗാഡിയുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ. അയ്യോ, അവിടെ നിന്ന് സ്കൂട്ടറിനെ
ഇതുപോലെ ലോറി കയറ്റി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് കേട്ടോ അവർ ബൈക്ക് റൈഡ് ചെയ്യുന്നത്. അല്ലാതെ ആ റോഡ് വഴി സ്കൂട്ടറിൽ വന്ന് തലകുത്തനെ എപ്പോൾ താഴെ ലേയിലെത്തിയെന്ന് ചോദിച്ചാൽ മതി. നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് ലേയിലെത്താൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇന്നത്തെ പ്രശ്നം മഴയാണെന്ന്. മഞ്ഞ് കൊണ്ട് കയറിയാട്ടോ നമുക്ക്. മൂടൽ മഞ്ഞ്, കോട മഞ്ഞ്, നമ്മുടെ മഞ്ഞ് ബോൾസ്. ആലിപ്പഴം, ഇതാണ് ആലിപ്പഴം. ഈ വെയിലായിരുന്നു രാവിലെ മുതൽ ഇത്രയും സമയം വരെയെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെടത്തില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മഴയാണ് ഇവിടെ ചെന്നാലും പ്രശ്നം. മഴ ആയതുകൊണ്ടാട്ടോ ഇത്രയും സ്നോ വന്നത്. അല്ലെങ്കിൽ ഒരു പരിധി വരെ ഇത്രയും വരത്തില്ലായിരുന്നു. ഇപ്പം നോക്കി അടിപൊളി വെയിൽ. ഇപ്പോൾ ഒരു മഴ പെയ്ത് 2 സെക്കൻഡ് ആയുള്ളൂ മഴ മാറിയിട്ട് വെയിൽ വന്നിട്ട്. എന്ത് ഭംഗിയാന്ന് നോക്കല്ലേ. നോക്ക്, ലൈൻ വരച്ചേക്കണം മലയുടെ മുകളിൽ. സെപ്പറേഷൻ നോക്ക്. ആ ലൈനിൻ്റെ മുകളിലോട്ട് മഞ്ഞും താഴോട്ട് മുട്ടക്കുന്നും. ഒരു ചെടി പോലും ആ ഈ കുന്നുകളുടെ മുകളിലില്ല. അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. നമ്മൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ അറിയില്ല. ഒരിടത്ത് ചായ കുടിക്കാമെന്ന് കരുതി ഇറങ്ങി. മെഡിക്കൽ സ്റ്റോർ കയറി ഗ്യാസിൻ്റെ ടാബ്ലറ്റ് ഇത് നമ്മുടെ എയറടിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് അതിനകത്ത് ഗ്യാസിൻ്റെ ടാബ്ലറ്റ് തീർന്നു, അത് വാങ്ങിക്കണം. അവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ കണ്ടു. നല്ല തണുപ്പുണ്ട് കേട്ടോ, അല്ലേ? എനിക്ക് തണുപ്പുണ്ട്. നമുക്ക് അങ്ങോട്ടൊരു 10-26 കിലോമീറ്റർ പോകണം. ചായ കുടിച്ചിട്ട് പോവാം. പമ്പൊക്കെ ഉണ്ട് കേട്ടോ ഈ ജംഗ്ഷനിൽ, പമ്പൊക്കെ ഉണ്ട്. പൾസർ എന്നൊരു സ്ഥലത്തിൻ്റെ പേര്. എനിക്ക് ചുമ. സിഗരറ്റ് വലിക്കാനാ? കേട്ടോ സിഗരറ്റ് വലിക്കാൻ പറയണം. പാൻഡോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പനിയല്ല, ഇത് വേറെയാണ്. പാരസെറ്റമോള് ഡോസ് കുറവാണെന്ന് തോന്നുന്നു. ഇതിലൊന്നും ഒതുങ്ങില്ല. പാരസെറ്റമോൾ വാങ്ങിച്ച് എല്ലാം ഒതുങ്ങണ ഒരേ ഒരു സാധനം പാരസെറ്റമോൾ. തലവേദന, വയറുവേദന, ക്ഷീണം, മൂക്കൊലിപ്പ്, ജലദോഷം, പനി എല്ലാത്തിനും പാരസെറ്റമോൾ. പിന്നെ എനിക്കൊരു ചെറിയ ചുമ പോലെ, അതുകൊണ്ടൊരു കപ്പ് സിറപ്പും വാങ്ങി. നമ്മൾ മിക്കവാറും 2 ദിവസം കേട്ടോ. എനിക്കിവിടെ ഒരു തുർത്തുക്കെന്ന് പറഞ്ഞ വില്ലേജ് കാണണമെന്നുണ്ട്, അവിടെ പോവും. പിന്നെ ഇവിടെ ഒരു സ്ഥലമുണ്ട്, വേദയ്ക്കറിയാം. അവിടെ നോക്കിയാൽ നമുക്ക് ചൈന ബോർഡറൊക്കെ കാണാൻ പറ്റും. ഏറ്റവും ഹൈയസ്റ്റ് പ്ലേസ് അങ്ങനെ എന്തോ ആണ്. അവിടെയും പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഈ 2 സ്ഥലം കണ്ടാൽ സ്ഥലം വിടും കേട്ടോ. മോർ ദാൻ പറ്റുന്നില്ല, നമുക്ക് സർവൈവ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. മാക്സിമം 2 ദിവസങ്ങളിലോട്ട് നിൽക്കാൻ പറ്റണേ. കാറിൽ കയറി എന്താ സുഖമെന്ന് അറിയോ. എന്ന് പോണത് അവിടെയെങ്കിലും വലിയ ഹോട്ടൽ റൂംസോ ഹീറ്റർ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമൊന്നുമില്ലെന്നാണ് വാഹിൻ പറഞ്ഞത്. രാത്രി 11 മണിക്ക് ശേഷം കറണ്ടില്ല. അതൊക്കെ ഓക്കെ. കിടന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണം, തണുപ്പില്ലാതെ. അവിടുത്തെ ലെയർ അത്ര തണുപ്പ് ഇവിടെ ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞത്. ഷുഗർ സെപ്പറേറ്റ് തന്നതാണ് നല്ലത്. അവന്മാർ ഭയങ്കര മധുരം ഇടക്കും. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു തണുപ്പിനെ ഇതാക്കാൻ വേണ്ടിയാണ്. ഭയങ്കര തണുപ്പ് കേട്ടോ, രക്ഷയില്ലാത്ത തണുപ്പ്. എനിക്കിരിക്കാൻ തോന്നുന്നില്ല. ഇവിടെയും പമ്പുണ്ട് കേട്ടോ. ഒരു 100 കിലോമീറ്ററൊക്കെ കയറി വന്നാൽ പെട്രോൾ പമ്പുണ്ടേ. നമ്മൾ ഐസിലൊക്കെ ഇട്ട് റോൾ ചെയ്ത് ടയർ പ്രഷർ ലോ കാണിച്ചേ. അപ്പോൾ കുറേ ഓടി വന്നപ്പോൾ ഇപ്പോൾ ഓക്കെ ആയി. അവർ പെട്രോൾ അടിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ എയർ ചെക്ക് ചെയ്ത് തരില്ല. ഇതാണ് നുബ്ര വേലി. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മളിവിടെ എത്തി. ഇതൊരു ഹോം സ്റ്റേ ആണ്. ഇവിടെ കൂടുതലും ഹോം സ്റ്റേസ് ആണ് അവൈലബിൾ. ഹോട്ടൽസും ഉണ്ട്, വളരെ അപൂർവമേ ഉണ്ടുള്ളൂ അല്ലേ ഹോട്ടൽസ്. ഹോം സ്റ്റേസ് ആണ് കൂടുതൽ. ഭാഗ്യത്തിന് വൈഫൈ ഉണ്ട്. ഇവിടെ ഹീറ്റർ ഫെസിലിറ്റിയൊക്കെ വളരെ കുറവാണ്. തണുപ്പ് കുറവുണ്ട് കേട്ടോ. ഞാൻ ഏട്ടനോട് പറഞ്ഞു വരായിരുന്നു, തണുപ്പാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബ്രീത്തിങ് പ്രോബ്ലത്തിനെ കാട്ടി കൂടുതൽ തണുപ്പ് വരുമ്പോഴാണ് ശ്വാസം കിട്ടാത്തത്. നല്ലൊരു വില്ലേജ്. ഓക്കെ, ഇവിടെ ചെരുപ്പൊക്കെ നമ്മളെ പുറത്ത് നമ്മളെ ചെരുപ്പിട്ടിട്ട് ഇവിടെ നിന്നൊരു ചെരുപ്പെടുത്തിട്ട് നമ്മൾ പോവാണ്. ഹോം സ്റ്റേ ആണെങ്കിലും ഹോട്ടൽ സെറ്റപ്പാണ് കേട്ടോ. ഓക്കെ, റൂമുകളാണ്. കൊള്ളാം, കുഴപ്പമില്ല. ഞാൻ ഹോം സ്റ്റേ എന്ന് കേട്ടപ്പോൾ ഞാൻ പേടിച്ചിനി.
സെറ്റപ്പൊക്കെ ഇനി എങ്ങനെ ആയിരിക്കും. ആദ്യം ഞാൻ ടോയ്ലറ്റാണ് നോക്കണത്. വലിയ കുഴപ്പമില്ല കേട്ടോ, വലിയ തണുപ്പില്ല. ആ ഒരു സന്തോഷമാണ് ഞാൻ. ഉണ്ട്, ഇല്ലയെന്നല്ല. നല്ലൊരു വില്ലേജ് കേട്ടോ. ഈ മഴയില്ലായിരുന്നെങ്കിൽ ഇത്രയും തണുപ്പും വരില്ലായിരുന്നു കേട്ടോ. എവിടെ പോയാലും മഴ നമ്മുടെ കൂടെ കാണും. എന്നാൽ കേരളത്തിലാണെങ്കിൽ മഴയും ഇല്ല. ഇപ്പം കേരളത്തിൽ മഴയും നമ്മളിവിടെ വന്നപ്പോൾ. ഈ മഴയില്ലായിരുന്നെങ്കിൽ നല്ല, നമ്മൾ വന്നിറങ്ങിയപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അധികം തണുപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കൃഷിക്ക് വേണ്ടിയിട്ടേക്കുന്നതാണ്. ഓപ്പൺ ആയാലും തണുപ്പായിരിക്കും, അതല്ലേ പ്രശ്നം. നമ്മൾ വന്നിറങ്ങിയപ്പോൾ നല്ല തണുപ്പൊക്കെ കറക്റ്റ്. നമുക്ക് ജാക്കറ്റ് ഇല്ലെങ്കിലും നിൽക്കാൻ പറ്റിയൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇതൊക്കെ വീഡിയോ എടുത്ത് ആളെ ഞാൻ ഇങ്ങനെയാണോ എന്ന് കരുതും. ചുമയും കോരയും ചൂടുള്ളായിരിക്കുന്നത് ഹീറ്റർ വെച്ച് നിന്ന്. ഇതുള്ളത് എന്തൊരാശ്വാസം എന്ന് പറയാം. ചാവല് വേണ്ടെന്നില്ല. ഓ, കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ശരി, പല്ലൊക്കെ മരവിച്ച് തണുപ്പ് കാരണം. പപ്പായ പല്ല് മരവിച്ച് പോയി. പപ്പായ തണുപ്പ്. വിറക്കണമൊക്കിരുന്ന്. അയ്യോ, ഞാനിത് എന്തൊരു ജന്മം. വെജ് 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 Veg. आलू आलू गोभी इसे मिक्स करके മിക്സ് മിക്സ്. വേണ്ട, ചൂടിന് കുരുങ്ങും നല്ലതാണ്. नीचे ഓക്കെ ഓക്കെ. അപ്പോഴേ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് നമ്മളിപ്പോൾ ഇരുന്ന് സൂപ്പ് കുടിക്കുന്നു. എനിക്കൊന്നും പറയാൻ വയ്യ, തണുത്ത് വിറയ്ക്കുന്നു ഞാൻ. അതാ പപ്പായ തിന്നതാണെന്ന് തോന്നുന്നു. പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. നാളത്തെ വീഡിയോ എന്താണെന്ന് പറയാവേ. നമ്മൾ ലാസ്റ്റ് പോയിന്റ് പോവുകയാണ്. ബോർഡർ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലേക്ക് പോവുകയാണ്. അതാണ് നാളത്തെ വീഡിയോ. എല്ലാവരും കാണുക, അവിടുത്തെ വിശേഷം കാണുക, ആ വില്ലേജ് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ടാറ്റ ബൈ ബൈ.